ഇന്നൊരു കിടുക്കാച്ചി ആയിട്ടാണ് കേട്ടോ നീർദോശ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് വന്ന വീഡിയോ കാണാം. ഞാൻ ദേ ഈ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, അതിൽ പൊടി ഇട്ടിട്ടുണ്ട്. അത് വറുത്ത അരിപ്പൊടി, പത്തിരിപ്പൊടിയോ നൂൽപുട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ, അതേ അളവിൽ ഞാൻ തേങ്ങ ചിരക്കിയത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാരയാണ്. അത് സാധാ സ്പൂണാണെന്ന് വെച്ചാൽ 2 സ്പൂൺ എടുത്തോളൂ കേട്ടോ. എൻ്റെ ഇച്ചിരി വലിപ്പമുള്ളതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഒരു പൊടി ഉപ്പും മധുരത്തിനൊന്ന് സെറ്റാക്കാനായിട്ട്. പിന്നെ ആ ഗ്ലാസ്സിൽ അതേ അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒരു 1.5 മിനിറ്റിൽ നന്നായി വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവിൻ്റെ കട്ടി അനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടാം. ഞാൻ 1 ഗ്ലാസ്സും കൂടെ വെള്ളം എടുക്കുന്നുണ്ട്. 2 തവണയായിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം പകുതി എടുത്താൽ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് നന്നായി അതിലെ മാവൊക്കെ കലക്കി ഒഴിച്ചതിന് ശേഷം അടുത്ത കുറച്ചും കൂടെ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു. അങ്ങനെ മൊത്തം 2 ഗ്ലാസ് വെള്ളം ആണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നീർദോശ നമുക്ക് ഉടുപ്പി ഹോട്ടലിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വിശക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് 5 മിനിറ്റിൽ മാവ് റെഡിയാക്കാം. കാരണം സിമ്പിളല്ലേ, വറുത്ത അരിപ്പൊടിയുണ്ട്, തേങ്ങയുണ്ട്, പഞ്ചസാരയുണ്ട്. അപ്പോൾ സുഖമായി ഉണ്ടാക്കി കൊടുത്താൽ അവർ വേഗം കഴിച്ചോളൂ. ഇതാണ് അളവ് കേട്ടോ. അരിപ്പൊടിയുടെ മാറ്റം ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ നോക്കി ഒഴിക്കുക. എന്താണെങ്കിലും വെള്ളം ഇച്ചിരി കൂടുതൽ നിൽക്കണം. നമ്മൾ ഓരോ അപ്പം ചുടുമ്പോഴും ഇളക്കി ഒഴിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മാവ് അടിയിൽ ഊറി വരും. അപ്പോൾ വെള്ളത്തോടങ്ങനെ ഒഴിച്ചാലാണ് ഈ നീർദോശ എന്ന പേരും അപ്പവും കൂടെ മാച്ച് ആവുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ച് ഒന്നില്ലെങ്കിൽ ചുറ്റിക്കുക. പാൻ നന്നായി ചൂടായിരിക്കണം കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരിക്കണം ചൂട്. എന്നാലേ ഇതേപോലെ നിറയെ ഹോൾസ് വരുള്ളൂ. ഇത് മുട്ടക്കറിയുടെ ഒപ്പം കടലക്കറിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂട് കറക്റ്റ് ആവണം, എന്നാലേ നമ്മളുടെ ഈ നീർദോശ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഈ ചൂടിൽ ഒഴിക്കുമ്പോൾ നല്ല നൈസായിട്ടുണ്ടാവും കേട്ടോ. നൈസ് പത്തിരിയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ നൈസായിരിക്കും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മധുരം ഇപ്പോൾ പാകത്തിനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൂട്ടി കഴിക്കാൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ കഴിക്കാം. ഇതൊരു കിണ്ണത്തപ്പൊക്കെ കഴിക്കണ ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ നൂൽപുട്ടിൽ തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ടിട്ട് കഴിക്കില്ലേ, അതേ ടേസ്റ്റ്. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ എന്തൊരു കനം കുറഞ്ഞിരിക്കുന്നത്. അതേപോലെ നമ്മൾ പത്തിരിയിൽ, നൈസ് പത്തിരിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കില്ലേ, അതേ ടേസ്റ്റാണ് ഉണ്ടാവുക കേട്ടോ. അതായത് ഇത് വറുത്തരിപ്പൊടിയാണ്, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉണ്ടാക്കണതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അരി കുതിർത്തിയിട്ടൊക്കെ ഉണ്ടാക്കാം, പക്ഷേ പച്ച അരിപ്പൊടിനാട്ടിയും കൂടുതൽ ടേസ്റ്റ് കിട്ടുക നമുക്ക് വറുത്തരിപ്പൊടി കൊണ്ടാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. വെറും ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കി കഴിച്ച് കഴിയാം. നമ്മൾ മസാലക്കറിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതും കൂടെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളത് ഉച്ചയ്ക്ക് 2 കൂടെ അടിച്ച് മിനുക്കി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകിട്ട് മോൻ പറഞ്ഞത് നമുക്കിന്ന് നീർദോശ ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷേ ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നീർദോശയായ കാരണം വെറുതെ ആണെങ്കിലും കഴിക്കാം, സൂപ്പറാണ്. ഇനി നമുക്ക് കൈപ്പത്തിരിയുടെ ഫ്ലേവറിലും ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ജീരക ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഈ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട്, ഇതിപ്പോൾ ഞങ്ങൾ വെറുതെ കഴിക്കണ കാരണം പഞ്ചസാര ഇട്ടതാണ്. ഒരുപാട് മധുരമൊന്നുമില്ല കേട്ടോ ഈ അളവിന്. നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. പഞ്ചസാര ഒഴിവാക്കിയിട്ടിടുമ്പോൾ ജീരകം കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരച്ചിട്ടിടാം, പഞ്ചസാര ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ മസാലക്കറി, കടലക്കറിയോ മുട്ടക്കറിയോ അതല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ അതേ നീർദോശ ലാസ്റ്റാണ്. അപ്പം ഞാൻ അതും കൂടെ ഒഴിച്ച് ആ ഹോളോളൊക്കെ അതായത് ഫുള്ളായിട്ട് ഒഴിച്ച് അങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് നീർദോശ റെഡി ആയിട്ടുണ്ട്. ഒന്നിച്ച് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കും, അതുകൊണ്ടാണ് കയ്യിലുകൊണ്ട് ഇങ്ങനെ പരത്തി വീശി ഒഴിക്കുന്നത് കേട്ടോ. എന്നാലേ നമ്മൾ പറയുന്ന ആ നൈസായിട്ട് കിട്ടുകയുള്ളൂ, ഇതേപോലെ ഹോളിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അളവിലെടുത്തപ്പോൾ ഒരു 5 നീർദോശ ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. മസാലക്കറി കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ.